എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും സ്കിൽ ഇന്ത്യയുടെ ഓഫീസുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഇൻഡിവിജ്വൽ സെയിൽസ് പേഴ്സൺ എന്ന ഒരു തൊഴിൽ മേഖലയായിട്ട് ഡയറക്ട് സെല്ലിങ്ങിനെ മാറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിങ് നമുക്കേ ഉള്ളൂ ഇതിനെ പുച്ഛം, സർക്കാരിന് പുച്ഛമൊന്നുമില്ല. സർക്കാർ ഒന്നാം തരം വരുമാന മാർഗമാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊഴിലെടുക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്ന് ഇൻഷുറൻസ് സെക്ടറാണ്. 50 ലക്ഷത്തിലേറെ കുടുംബം ഇൻഷുറൻസ് മേഖലയെ ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട്. ഇതിന്റെ 3-4 മടങ്ങ് ആയി കഴിഞ്ഞു ഡയറക്ട് സെല്ലിംഗ്. ഇപ്പൊ തന്നെ വഴി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. നമ്മൾ പണി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആ ഒരു വലിയ ഗ്രോത്തിന് മുമ്പാണ് നമ്മൾ ഉള്ളതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇത് ഞാൻ ജനിച്ചു വളർന്ന കൊട്ടാര സദൃശ്യമായ വീട്. ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ ഒത്തിരി ഉണ്ട് കേട്ടോ. എൻ്റെ അപ്പനും അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ട് വെച്ചതാണ്. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വീടിന് വലിപ്പം പോരാൻ തോന്നി. ഞാനും എൻ്റെ ചേട്ടനും കൂടെ നല്ല വീട് വെക്കാൻ വേണ്ടി ചില ബിസിനസ്സൊക്കെ ചെയ്തു. ഒറ്റ കൊല്ലം കഴിഞ്ഞില്ല, അതിന് മുമ്പ് ഈ വീട് വിറ്റ് വാടക വീട്ടോട്ട് പോകേണ്ടി വന്നു. 4 കൊല്ലം വാടകയ്ക്ക് താമസിച്ചു. ആ 4 വർഷത്തെ വാടക താമസം എന്നെ സംബന്ധിച്ച് അതൊരു 40 കൊല്ലം യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി പഠിക്കുക, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നതിന് തുല്യമായിരുന്നു 4 കൊല്ലത്തെ വാടക. ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല ഇതൊക്കെ മനസ്സിലായി. നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ? വാടക വീട്ടിൽ നമ്മൾക്ക് സാമ്പത്തികാവസ്ഥ മോശമായിട്ട് ജോലി സംബന്ധമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നതല്ല, നമുക്ക് കാർ മാറ്റിക്കൊണ്ടു. ഇത് എന്തിനാ ആൾക്കാർ സങ്കടപ്പെടുന്നത്? അപ്പോൾ ഈ കടം കയറി വീട് വിറ്റിട്ട് വാടക വീട്ടിൽ താമസിക്കണം. ഹലോ, നല്ല സുഖമാ. ആളുകൾ നമ്മളെ കൈകാര്യം ചെയ്യുന്ന വേറൊരു രീതിയിലായിരിക്കും. അവസാനം കല്യാണം വിളിക്കുന്ന വീട് നമ്മുടെ ആയിരിക്കും, അവസാനം മരണം വിളിക്കുന്ന വീട് നമ്മളായിരിക്കും. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ നടന്നു വന്ന അമ്പലത്തിലോ പള്ളിയിലോ പള്ളിപ്പറമ്പിലോ അമ്പലപ്പറമ്പിലൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്തൂരില്ല. അവരിപ്പോൾ എവിടെ താമസിക്കുന്നത്? അങ്ങനെ അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ ചേട്ടനുണ്ടായിരുന്നു. കാര്യം ഈ നമ്മളെ ജീവിതത്തിൽ ഒരുക്കിയെടുക്കുന്നതിൽ ഇവർക്കൊക്കെ വലിയ പങ്കുണ്ട്. ഈ വാടക വീട്ടിലോട്ട് മാറി എനിക്കപ്പം 20 വയസ്സായി വാടക വീട്ടിലോട്ട് പോകുമ്പോൾ. 21 വയസ്സിലൊക്കെ ഞാൻ കടയിൽ പോകുമ്പോൾ ഈ ചേട്ടൻ നാട്ടിലെ പ്രമാണിയായ ചേട്ടനാണ്. ഈ ചേട്ടൻ കടയിൽ വരും, ചിലപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിലായിരിക്കും. അപ്പം ഞാൻ പുള്ളി മൈൻഡ് ചെയ്യത്തില്ല. കടയിൽ 3-4 ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ആൾക്കാർ നീ ബാബുവിൻ്റെ മോനല്ലേ? അതെ. നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നത്? ഞങ്ങൾ ചേട്ടൻ ഞാനിപ്പോൾ കളറോഡ് അമ്പലത്തിൻ്റെ വാടകയ്ക്കല്ലേ? അച്ഛനിപ്പോഴും വണ്ടി ഓടാനൊക്കെ പോകുന്നുണ്ടോ? വണ്ടിയായിട്ട്. ശരി. എന്നിട്ട് നമ്മുടെ ശിരസ്കനായി തിരിച്ച് നടക്കും. അപ്പോൾ പുള്ളിക്കൊരു സുഖമാണ്. നമ്മളിങ്ങനെ പോയി കഴിഞ്ഞ് ഇനി വൈകുന്നേരം നമ്മൾ അടുത്ത പലചരക്കടയിൽ പോയാൽ അവിടെയും കാണും ഈ മുതൽ. ഇനി വേറെ പണിയൊന്നുമില്ല, അവിടെയും കാണും. ചോദിക്കും നീ എവിടെ താമസിക്കുന്നത് രാവിലെ പറഞ്ഞേ? വീണ്ടും നമ്മൾ പറയും അമ്പലത്തിൻ്റെ വാർത്തലാണ്. ഈ ചേട്ടന് വല്ലാതൊരു സുഖം കിട്ടും. ഈ സുഖം നിങ്ങൾക്ക് വേണം പറഞ്ഞുതരാം, ആലപ്പുഴക്കാരായതുകൊണ്ട് മാത്രം പെട്ടെന്ന് മനസ്സിലാവും. ഈ മുല്ലൊക്കെ ചെറുപ്പം നടക്കുമ്പോൾ കിടങ്ങാമ്പറമ്പ് അമ്പലത്തിൻ്റെ ഭാഗത്ത് അല്ല വഴിയിലൊക്കെ ഈ മരത്തിൻ്റെ ഒരു കൈ കിട്ടും. കണ്ടിട്ടുണ്ടോ? മരം കൊണ്ടുണ്ടാക്കിയൊരു കൈ. ഈ കൈയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഉടുപ്പിനകത്തോടിട്ട് ഇങ്ങനെ ചൊറിയും. ഇങ്ങനെ ചൊറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖമാണ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ചേട്ടൻ ഒന്ന് കിട്ടിക്കുന്നത്. എനിക്ക് പിന്നീട് അത് മനസ്സിലായി. കുറേ കൊല്ലം കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇത്രയും സുഖം ആ ചേട്ടന് കിട്ടും. അതുകൊണ്ടായി ചേട്ടൻ ചോദിച്ചോണ്ടിരിക്കും. ഇങ്ങനെ നമ്മളെ ചൊറിഞ്ഞ ചേട്ടന്മാര് ഇവരൊക്കെ കൂടെ തന്നെയാണ് ജീവിതത്തിൽ എന്തെങ്കിലും ആകണം എന്നുള്ള ആഗ്രഹം നമ്മളിൽ കൊണ്ട് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ?